Where are telling your followers that you have started a live. Okay. ഒരു ലൈവ് ഉണ്ട്, അത്രമാത്രം മതി. അപ്പോൾ പ്രിയമുള്ള ഇൻസ്റ്റഗ്രാമിലെ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ സാധാരണയായി FBയിലാണ് ലൈവുകൾ ചെയ്യാറുള്ളത്. ഒട്ടുമിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ ഒന്നരാടങ്ങളിലൊക്കെ നമ്മുടെ സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ലൈവ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത്. ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം, ഇതിൻ്റെ വീഡിയോകൾക്കെല്ലാം വളരെയധികം ക്ലാരിറ്റിയും ഒക്കെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ മനോഹരമാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ മിഴിവേറിയതാണ്. അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ചെയ്യാം. ഓൾ സെൻഡ് കൊടുത്തുള്ള ഓപ്ഷൻ ഉള്ളതാണ്. കുറച്ച് പേരെങ്കിലും വീക്ഷിക്കട്ടെ. കഴിഞ്ഞോ? ഇല്ല. യെസ്, ജയൻ വിക്കെ മെൻഷൻ കമൻറ്റ്. എല്ലാവരും അങ്ങോട്ട് പോട്ടെ. സെൻഡ് കുറെ പേരുണ്ടെന്ന് ഭഗവാനിൽ. ഓക്കെ, ഡൺ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആദ്യം വരുന്നവർ ശബ്ദമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി. ഞാൻ പ്രധാനമായും ഈ സാമൂഹികമായി നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന പലതരം സംഭവങ്ങൾ, അതിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പിന്നെ ജനാധിപത്യ രാജ്യത്ത് ഉള്ള എല്ലാ ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായും ലൈവിന് വിഷയമാക്കാറ്. രാവിലെ ഞാൻ ഇതിനകത്ത് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എൻ്റെ എൻട്രി ആയിരുന്നു അത് എന്നിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ചെയ്ത് പിന്നീട് അത് മറ്റേ FBയിലേക്കൊക്കെ കുട്ടിയുണ്ടായിരുന്നുള്ളൂ, അവനോ ഇതിനെ കൊണ്ടുപോക്കോളോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിനകത്ത് വൻതോതിൽ ഗാർഹിക പീഡനങ്ങളും, അബിയേ നായ്ക്കുട്ടീനെ കൊണ്ടുപോക്കോളൂ, അതേ തുടർന്നുള്ള സ്ത്രീധനം കൊടുത്തു പോരാ, അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഇതെല്ലാം വൻതോതിൽ കൂടി വരികയാണ്. കേരളത്തിൽ
നായ്ക്കുട്ടീനെ വെച്ചുകൊണ്ടോക്കോളൂ. ദേശീയ ശരാശരിയേക്കാളും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതേക്കുറിച്ചിട്ടുള്ള വിഷയങ്ങളിലാണ് കൂടുതലും FB ലൈവുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ആത്മഹത്യകൾ, കൂട്ടാത്മഹത്യ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന ആത്മഹത്യകൾ എന്ന് പറയുന്നത് ഈ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഇതെല്ലാവരും കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആളുകൾ കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആരും രംഗത്ത് വരുന്നൊന്നുമില്ല. എന്താണ് ഇതിൻ്റെ സംവിധാനം എന്നൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. more followers are telling your followers and you started a live video. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് കൂട്ടാത്മഹത്യകൾ കൂടുതലായി കേരളത്തിൽ അരങ്ങേറാൻ തുടങ്ങി. കുറി നടത്തി പൊളിയുന്ന ആളുകൾ, അതുപോലെ പലതരം ഒരുപാട് കാരണങ്ങളാൽ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന ഒരു സംവിധാനങ്ങൾ. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ ഗാർഹിക പീഡനമാവട്ടെ, ഈ പറയുന്ന കൂട്ടത്തോടെ കുടുംബസമേതം ഗൃഹനാഥനും ഗൃഹനാഥയും മക്കളുമൊക്കെ കൂടി ആത്മഹത്യ ചെയ്യുന്ന കാര്യത്തിൻ്റെ പിന്നിലാവട്ടെ, അവിടെ സംഭവിച്ച പ്രധാന ഘടകം നിർണായകമായ സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യമായി കടന്നു വരാൻ ഈ സമൂഹം തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ടോപ്പിക്ക് എന്ന് തന്നെ പറയുന്നത് നവമുതലാളിത്തം സ്നേഹനിരാസത്തിൻ്റെയും കുറ്റകൃത്യങ്ങളുടെയും മനഃശാസ്ത്രം, മാർക്സിയൻ ക്ലാസിക്കൽ തത്വദർശനം, ഈ 3 വിഷയങ്ങളാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്കത് അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവും. എന്നാൽ ഞാൻ പറയുന്നു, 90കൾക്ക് ശേഷം 91 ശേഷം നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയിൽ കൂടുതൽ ആത്മഹത്യകൾ വർദ്ധിച്ചതും കേരളത്തിൽ കൂടുതൽ ആത്മഹത്യകൾ വർദ്ധിച്ചതും. മറ്റൊന്ന്, നവമുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ മുതലാളിത്തം. പണ്ടത്തെ മുതലാളിത്തത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. അതിന് ആദ്യം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എന്താ? അവർ കച്ചവടത്തിന് വേണ്ടി വന്നവരാണ്. പിന്നീട് അവരുടെ അധീശത്വം ഉറപ്പിക്കുന്നു, അവരുടെ കോളനിയാക്കി മാറ്റുന്നു. ഇതുപോലെ തന്നെയാണ് വലിയ വിഭാഗം വലിയ രാജ്യങ്ങളെയും മറ്റ് ഈ പറയുന്ന മുതലാളിത്ത സാമ്രാജ്യത്വ രാജ്യങ്ങൾ എന്താക്കി വെച്ചത്? കോളനിയായി വെച്ചത്. ഈ കോളനിയാക്കി വെച്ച കഥയല്ല ഇവിടെ പറയാനുള്ളത്. പുത്തൻ സാമ്പത്തിക മുതലാളിത്ത ജീവിതക്രമത്തിൽ
മനുഷ്യർക്ക് സ്നേഹനിരാസം കൂടുതൽ സംഭവിക്കുന്നു. നോക്കൂ, കേരളത്തിൽ ഇത്രയും രീതിയിൽ മത്സരിച്ച് സ്ത്രീധനമായി സ്വർണം കൊടുക്കുന്ന രീതി തുടങ്ങിയത് എന്ന് മുതലാണ്? കേരളത്തിലെ പ്രവാസി മേഖല ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേരളീയൻ്റെ ജീവിത പരിപ്രേക്ഷ്യങ്ങളിൽ കാര്യമായ മാറ്റം വന്നത് ഗൾഫ് മേഖലയിലേക്ക് കൂട്ടത്തോടെ മലയാളികൾ ചേക്കേറായി. അവിടുന്ന് വിദേശ നാണയം വരുന്നു, ജീവിത നിലവാരത്തിൽ മാറ്റങ്ങൾ വരുന്നു, എൻ്റെ ഭാഗമായിരുന്നു. അവർ മാത്രമല്ല, നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, മത്തിയുടെ വില കൂട്ടിയതിൽ ഗൾഫുകാർക്ക് വലിയ പങ്കുണ്ട് എന്ന്. ഒരു ഫലിതമാണ്, ബട്ട് അത് യാഥാർത്ഥ്യമാണ് താനും. കൺസ്യൂമറിസത്തിൻ്റെ തലത്തിലേക്ക് മലയാളി വന്നപ്പോൾ വില കുറഞ്ഞതെല്ലാം മോശമാണ് എന്നുള്ളൊരു ധ്വനി വരികയും, അല്ലേ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് സിമ്പലായി കൂടുതൽ സ്വർണം കൊടുക്കുക, കൂടുതൽ പണം കൊടുക്കുക, അങ്ങനെ സമൂഹത്തിൽ അത് ഞാൻ ഇത്ര പവൻ കൊടുത്തു, ഇത്ര അത് കൊടുത്തു, കാറ് കൊടുത്തു എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ബദലിന് വിരുദ്ധമായ രീതിയിലുള്ള ഹായ് പ്രിയപ്പെട്ട മകൻ അഭിനവ് കാര്യങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. ഹായ് ഡിയർ സൺ. ഈ സാമൂഹ്യനീതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുതലാളിത്തം വരുന്നത് തന്നെ സോഷ്യലിസ്റ്റ് ബദൽ ഭരണകൂടങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഹിഡൻ അജണ്ടയുമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? അണുകുടുംബ വ്യവസ്ഥ താറുമാറായി. കൂട്ടുകുടുംബ വ്യവസ്ഥ താറുമാറായി. അണുകുടുംബ വ്യവസ്ഥ ഉടലെടുത്തു. പിന്നെയോ ആളുകൾക്ക് എൻ്റെ എന്ന് പറയുന്ന അഹംബോധവും വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങി. മുതലാളിത്തം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മത്സരിക്കുക എന്നുള്ളതാണ്. ആഗോളവൽക്കരണവും നവോദാരവൽക്കരണവും മുന്നോട്ട് വയ്ക്കുന്നത് കമ്പോളാധിഷ്ഠിത ലോകക്രമമാണ്. കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുക എന്ന് മാത്രമേ മുതലാളിത്തത്തിൻ്റെ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കമ്പോളത്തിൽ ഒരു മത്സരാധിഷ്ഠിത കമ്പോളത്തിനടിയിൽ ഈ ലോകം മുഴുവൻ വരണമെങ്കിൽ എന്തുണ്ടാവണം? മനുഷ്യർ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. സ്വർണം കൊടുക്കുന്നത് ഒരു സോഷ്യൽ രീതിയായി മാറിയാലല്ലേ 300 പവനോ 500 പവനൊക്കെ ആൾക്കാർ മേടിക്കൂ. അത്ര പവൻ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? സ്വർണ്ണ മേഖലയിലെ വ്യവസായികൾക്ക് ധാരാളം പണം ലഭിക്കുന്നു, അല്ലേ? കാറ് ഉണ്ടാക്കുന്ന ഗ്യാരേജിലിട്ടാൽ മാത്രം മതിയോ? ഇത് മേടിക്കാൻ ആൾ വേണ്ടേ? ഇത് മേടിക്കുന്ന ആളുകളുടെ വാങ്ങൽ ശേഷി ചൂഷണം ചെയ്യുകയാണ്. അപ്പം കല്യാണങ്ങൾക്ക് കാറ് കൊടുക്കുക. സമ്പന്നന്മാരുടെ കല്യാണങ്ങൾക്കൊക്കെ ഓരോ കാറ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് കാറിൻ്റെ വിപണനമാണ് നടക്കുക. പിന്നീട് ഇത് കഴിഞ്ഞ് സ്ഥലം കൊടുക്കുന്നു. ഓരോരുത്തർ ഭൂസ്വത്തുള്ളവരെ അവരവരുടെ മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ കൊടുക്കണതാണ്, വേണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടോ അവർ മൃഗീയമായി കൊല്ലപ്പെടുന്നു. ഓക്കെ, സ്നേഹനിരാസം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹനിരാസം എന്ന് പറയുന്നത് വെറും ലൈംഗിക അതിക്രമങ്ങളും ഗാർഹിക പീഡനവും ക്രൈമുകളുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. ജീവിതം തന്നെ യാന്ത്രികമായി മാറുക. നവമുതലാളിത്തം നമുക്ക് സമ്മാനിച്ചത് യാന്ത്രികം. ചാർലി ചാപ്ലിൻ്റെയൊക്കെ വ്യവസായ വിപ്ലവ കാലത്ത് ചാർലി ചാപ്ലിൻ്റെയൊക്കെ സിനിമകളിൽ അതുണ്ട്, അല്ലേ? ഈ മെഷീൻ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ നമ്മുടെ രാജ്യത്തെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്താണ് ക്ഷേമരാഷ്ട്ര സങ്കല്പം? കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ,
BPL APL എന്നൊക്കെയുള്ള അവശ ജനവിഭാഗങ്ങൾക്ക് സർക്കാരിൻ്റെ കരുതൽ കൂടുതൽ അല്ലേ? ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള മത്സരം ഇല്ലാത്ത മനുഷ്യരൊക്കെ ഉള്ളവനും ഇല്ലാത്തവനാണെങ്കിലും ഒരു നേരും നിറയും മനുഷ്യത്വവുമൊക്കെ ഉള്ള ഒരു കാലഘട്ടം. അവിടേക്ക് അതിവേഗത്തിൽ നവമുതലാളിത്തം കടന്നു വരുന്നു. നവമുതലാളിത്തം വളരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ വേണ്ടിയുള്ള മനഃശാസ്ത്രം ബോധപൂർവം പരസ്യങ്ങളായി, പബ്ലിസിറ്റിയായി മനുഷ്യ മനസ്സുകളിൽ നിറയ്ക്കും. അതിൻ്റെ ഒരു പ്രത്യേകത, എന്നാലേ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അത് വിപണനത്തിൻ്റെ മുതലാളിത്ത സ്വഭാവം. മറ്റൊന്നോ മനുഷ്യബന്ധങ്ങളിൽ സ്നേഹനിരാസം. എങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ, ഊഷ്മളമായ മനുഷ്യൻ്റെ വൈകാരികമായ ബന്ധങ്ങളെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമം ഇറക്കുമതി ചെയ്യപ്പെടും. കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ഉത്തരവാദിത്തമില്ലായ്മ, ആർക്കും ഒന്നിനോടും പ്രതിബദ്ധതയില്ലായ്മ, സ്വന്തം കാര്യം ചിന്താവ, എനിക്ക് എന്താണ് നേട്ടം. കല്യാണം കഴിച്ച് ഇറക്കിക്കൊണ്ടിരുന്നത് അവർ അതുവരെ പാലൊലിച്ച് വളർത്തിയ, താഴത്തും തലയിലും വയ്ക്കാത്ത ഒരു മകളെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്ന കേവല ബോധധാര നഷ്ടപ്പെടുന്നു. സ്നേഹനിരാസമാണ്. പിന്നെയോ അതിസമ്പന്നന്മാർ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേക ടൈപ്പിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അവർക്കറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് സ്നേഹം. സ്നേഹം അവർക്കറിയാം, പക്ഷെ ഇതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, ഓരോരുത്തരടുത്ത് എന്ത് ചെയ്യണം, ഇതില്ലെങ്കിൽ എന്താണ് പ്രശ്നം. സൊസൈറ്റിയോട് സ്നേഹം വേണ്ടതുണ്ടോ? സമൂഹത്തോട് സ്നേഹം വേണ്ടതുണ്ടോ? ഈ രാജ്യത്തോട് സ്നേഹം വേണ്ടതുണ്ടോ? സ്ത്രീകളോട് സ്നേഹം വേണ്ടതുണ്ടോ? എല്ലാവരോടും, മക്കളോടും, സിസ്റ്റേഴ്സ് ആൻഡ് മദർ ആൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് ആൻഡ് ലവേഴ്സ് ആൻഡ് ജോബ് ചെയ്യുന്ന സ്ഥലത്ത് ആ സ്ഥാപനത്തിനോട് സ്നേഹം വേണ്ടതുണ്ടോ? കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ വരുന്നു. കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്ക സൃഷ്ടിച്ചെടുക്കുന്നത് നവ മുതലാളിത്തത്തിൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. അവിടെ വരുന്ന വേറൊരു പ്രശ്നമുണ്ട്. ഒന്ന്, ഞാൻ ഇന്നലത്തെ മിനിയാന്നത്തെ FB ലൈവുകളിൽ ചൂണ്ടിക്കാട്ടി. ഒന്ന്, കലാലയ രാഷ്ട്രീയം നിരോധനം മൂലം വളർന്നു വരുന്ന യുവതി യുവാക്കൾ, അവർ ഏത് സാമ്പത്തിക പശ്ചാത്തലത്തിൽ വളർന്നു വന്നാലും അവർക്ക് ഒരു പുരോഗമന സ്വഭാവമുണ്ടായിരുന്നു, ഏത് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ. പിന്നെയോ സ്നേഹ ഹായ് പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ്, നമസ്കാരമുണ്ട്. പിന്നെയോ സമ്പത്തുള്ള പരമ്പരാഗത സാമ്പത്തികമായി ചുറ്റുപാടുകളുള്ള വീട്ടിൽ നിന്നും വരുന്ന ആളുകളടക്കം ഈ പറയുന്ന ഒരു സ്നേഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എന്താ കുമാരനാശാൻ പറഞ്ഞിട്ടുള്ളത്? സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. യേശു മഹാദേവൻ പറഞ്ഞ് ഗോഡ് ഈസ് ലവ്, സ്നേഹം ദൈവമാകുന്നു. ഹായ്, നമസ്കാരം ഡിയർ ക്ലാസ്മേറ്റ്. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലേക്ക് എൻട്രി ആയിട്ട് എങ്ങനെ വരും എന്നോർത്തിരിക്കുകയായിരുന്നു. ഇതിനകത്ത് മികവുള്ള ഇതാണ്, അത് പിന്നീട് നമുക്ക് FBയിലേക്ക് മാറ്റാം. എന്നാലും വന്നതിൽ അതിയായ സന്തോഷം. അപ്പോൾ ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത് പക്ഷേ നവമുതലാളിത്തം മുന്നോട്ട് വയ്ക്കുന്ന കമ്പോളവൽക്കരണ ജീവിതത്തിനെതിരാണ് അല്ലേ? നമ്മളെല്ലാ ആളുകളെയും സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? ചൂഷണം ചെയ്യാൻ പറ്റുമോ? പീഡിപ്പിക്കാൻ പറ്റുമോ? കഴിയില്ല. അപ്പം എന്ത് വേണം? വയലൻസിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം വേണം. അക്രമോത്സുകതയുടെ
ഒരു പ്രത്യയശാസ്ത്രം വേണം. അക്രമോത്സുകതയുടെ പ്രത്യയശാസ്ത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് അമേരിക്കയെ തന്നെ എടുക്കാം. അമേരിക്കയില്ലാതെ ചുക്കില്ലാത്ത കഷായില്ല എന്ന് പറഞ്ഞ പോലെ അമേരിക്കയില്ലാതെ ഒരു ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ റാംബോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും. സിൽവർസ്റ്റർ സ്റ്റാലിൻ എന്ന് പറയുന്ന, അല്ലേ, സിൽവർസ്റ്റർ സ്റ്റാലിൻ പോലെ, സിൽവർസ്റ്റർ സ്റ്റാലിൻ തന്നെയാണ് അതിലെ റാംബോ. ഉരുണ്ട മസിലുകൾ, തലയിലൊരു കെട്ട്. ഈ സിൽവർസ്റ്റർ സ്റ്റാലിനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ഒരുപാട് ഹോളിവുഡ് സിനിമകളുണ്ട്. ഈ സിനിമകളിലൊക്കെ മുഖ്യ പ്രമേയം യുദ്ധരംഗമാണ്. ആരനെതിരെ യുദ്ധം ചെയ്യുന്ന, അമേരിക്കയെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളിൽ ചെന്ന്, ഹായ് നമസ്കാരം, രാജ്യങ്ങളിൽ ചെന്ന് അവസാനം റാംബോ എന്നൊക്കെയാണ് പടത്തിൻ്റെ പേര്. ആരനെതിരെ യുദ്ധം ചെയ്യണമെന്നറിയോ? വിയറ്റ്നാമിലെ പാവപ്പെട്ട ആളുകളെ. എന്നിട്ട് യുദ്ധത്തിൽ അമേരിക്ക റാംബോയുടെ നേതൃത്വത്തിൽ വിജയിക്കുകയാണ്. സൈക്കോളജിക്കൽ മൂവാണ് അതെല്ലാം. ഈ രീതിയിൽ വികസ്വര രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്, സോഷ്യലിസ്റ്റ് ബദൽ പരിപ്രേക്ഷ്യത്തിൽ ജീവിക്കുന്ന ഭരണകൂടങ്ങളെ ആശയപരമായി തകർക്കുന്നതിന് വേണ്ടി, മനഃശാസ്ത്രപരമായി തകർക്കുന്നതിന് വേണ്ടി, ഞാൻ പറഞ്ഞത് ഒരു സിനിമ മാത്രമുള്ളൂ. ഇതേപോലെ തന്നെയാണ് ജെയിംസ് ബോണ്ട് സിനിമകൾ. ജെയിംസ് ബോണ്ട് സിനിമകൾ റഷ്യയിലെ ആളുകളാവും അതിലെ മുഖ്യ എതിരാളികൾ. ശീതസമരത്തിൻ്റെ അതേ പിന്തുടർന്ന് വന്നിട്ടുള്ള സിനിമകളാണിതെല്ലാം. ആളുകൾ ഇതൊക്കെ ഭയങ്കരമായി കാണുന്നുണ്ട്. അമേരിക്ക അങ്ങനെ ചില അമേരിക്ക ചെയ്തിട്ടുള്ള, അമേരിക്കയാണല്ലോ മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും അപ്പോസ്തല രാജ്യം. അതൊരു സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ്. ഹോളിവുഡ് സിനിമകൾ അത് അമേരിക്കയിൽ മാത്രമല്ല പ്രദർശിപ്പിച്ചിരുന്നത്. ലോകം ഈ കേരളത്തിൽ ഞാനടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അമേരിക്കയോടൊരു വലിയൊരു താല്പര്യം തോന്നിപ്പോവുക. വിയറ്റ്നാമിലെ സഖാക്കളെ വേട്ടയാടുന്ന അമേരിക്കൻ റാംബോ നായകനോട് ഒരു സ്നേഹം തോന്നണമെങ്കിൽ അതിന് പിന്നിൽ സൈക്കോളജി മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് സമസ്ത മേഖലകളിലും നവോദാരവൽക്കരണം, നവമുതലാളിത്തം വന്നപ്പോൾ ഉണ്ടായത്. സ്നേഹനിരാസം സംഭവിക്കാൻ തുടങ്ങി. പ്രത്യയശാസ്ത്രങ്ങൾക്ക് സ്നേഹനിരാസം സംഭവിക്കുന്നു. ഒരു മുതലാളിത്ത സാമ്രാജ്യത്വ ഭൂപ്രഭു ജീവിതക്രമത്തിൽ ഇടതുപക്ഷ പാർട്ടികളായാലും ശരി, എന്താ പറയുക, എന്ത് പാർട്ടിയായാലും ശരി, അതിനെയും ഈ മുതലാളിത്തം ആഴത്തിൽ സ്വാധീനിക്കും. മുതലാളിത്തം എന്ന് പറയുന്നത് വലിയൊരു വാരിക്കുഴിയാണ്. മുതലാളിത്തത്തിൻ്റെ പ്രൊപ്പഗണ്ട, മുതലാളിത്തത്തിൻ്റെ വിവിധ തരത്തിലുള്ള അജണ്ടകൾ, ഇതെല്ലാം മനുഷ്യരെ കമ്പോളത്തിലെ ഉൽപ്പന്നം വാങ്ങുന്ന ആളുകളാക്കി മാറ്റുക, യൂസ് ആൻഡ് ത്രോ എന്നാക്കി മാറ്റുക. അതിലപ്പുറത്തേക്ക് വൈകാരികത, കല്യാണം കഴിക്കുന്ന പെണ്ണിനോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റ്, കുടുംബങ്ങളോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റ്. വൃദ്ധസദനങ്ങൾ എവിടെ ആദ്യം ആരംഭിച്ചത്? വികസിത രാജ്യങ്ങളിലാണ്. വികസിത രാജ്യങ്ങളുടെ ഉൽപ്പന്നമാണ് വൃദ്ധസദനം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയില്ലേ? എന്തുകൊണ്ടാണ്? കമ്മിറ്റ്മെൻ്റ് ഇല്ല, സ്നേഹനിരാസം. പൈസ അവരൊക്കെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖലോലുപതയ്ക്ക് നമ്മുടെ വിലയേറിയ സമയം കളയുക, അവിടെ കൊണ്ടുപോയി തട്ടുക, മാസം കാശ് കൊടുക്കുക. മുതലാളിത്തമാണ്, നവമുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണിതെല്ലാം, അല്ലേ? ഇങ്ങനെയായിരുന്നില്ലല്ലോ മലയാളി മുമ്പുള്ള മലയാളിക്കിടയിലും കിടമത്സരവും ഇതുമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സ്നേഹത്തിൻ്റെ നൂഴിലകളാൽ ബന്ധിതരായിരുന്നു. ഓർത്ത് നോക്കാൻ കഴിയുന്നുണ്ടോ? വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നിട്ടുള്ള, കലാലയ നമുക്ക് കഴിഞ്ഞു വന്നിട്ടുള്ള, വളരെ കാലം അറിയാവുന്നവർ, വിവാഹം കഴിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ പറയുന്ന ഈ വിസ്മയ കേസിൽ മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ മനസ്സ് എപ്രകാരമാണ്? അവനെ മനസ്സിനെ, അവൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ ചിന്തകഥകളെ മുന്നോട്ട് നയിക്കുന്ന സൈക്കോളജി എന്താണ്? അതാ ഞാൻ ഈ പറഞ്ഞ. ഈ പിള്ളേരൊക്കെ കയ്യിലെന്താ? കയ്യിൽ മൊബൈലിൽ എന്താ നമ്മൾ വീട്ടിൽ നിന്ന് കേൾക്കണ ശബ്ദം? ടിഷും. കംപ്ലീറ്റ് ഗെയിമുകളാണ്. എന്ത് ഗെയിമാ? എതിരാളിയെ വെടിവെച്ച് കൊല്ലുക.
എൻ്റെ മകനടക്കം ഇത് കണ്ട് കണ്ട് തലയ്ക്ക് ഭ്രാന്തായിട്ട് അവസാനം ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുകൊണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ നിർബന്ധപൂർവ്വം രാത്രി എൻ്റെ ബെഡ്റൂമിൽ മേടിച്ച് വയ്ക്കുകയാണ്. 3 മണി വരെ 2 മണി വരെയൊക്കെ ഞങ്ങളെ കബളിപ്പിച്ച് എല്ലാവരും ഉറങ്ങി അവതെടുത്തിരുന്ന് കളിക്കുക. എന്താ, എതിരാളി എങ്ങനെ വെടിവെച്ച് തള്ളുകയാണ്. ഇത് നവമുതലാളിത്തം നമുക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടതാണ്. ഇതന്നെ എല്ലാവരും ചെയ്യണം. അപ്പോൾ എതിരാളി ആണ് ആളുകൾ വെടിവെച്ച് കൊല്ലപ്പെടേണ്ടവരാണ്. അങ്ങനെയുള്ള ഒരു ചിന്താധാരയുടെ ഭാഗമായിട്ടാണ് മുഖത്ത് ചവിട്ടേണ്ടവളാണോ, ചവിട്ടി ഞെരിക്കേണ്ടവളാണ്, കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടവളാണ് ഞാൻ പറഞ്ഞതനുസരിച്ചല്ലേ, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ലെങ്കിൽ എൻ്റെ എതിർലിംഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യ ജീവനെ വില ഇല്ലാത്ത അവസ്ഥയിൽ നോക്കിക്കാണിപ്പിക്കുന്നത് നവമുതലാളിത്തത്തിന് വലിയൊരു പങ്കുണ്ട്. പിന്നെ മനഃശാസ്ത്രം, വ്യക്തിയുടെ ന്യൂറോൺ, ഞാൻ രാവിലെ ചെയ്ത FBയിൽ അത് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ജൈവപരമായ തലത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അടുത്ത സംഭവം എന്താ, ഇതിനെ വളരെ വ്യക്തമായി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മാർക്സ് ക്ലാസിക്കൽ തത്വദർശനം എന്നാണ് പൊതുവെ മാർക്സിൻ്റെ ഫിലോസഫികളെക്കുറിച്ച് പറയാറ്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ക്ലാസിക്കൽ തത്വദർശനം എന്ന് പറയും. എന്താണ് ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രത്തെക്കുറിച്ച് ഈ പറയുന്ന സ്നേഹനിരാസവുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യകത വലിയ ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ, നമുക്ക് നമ്മളുടേതല്ലാത്ത, നമ്മുടേതല്ലാത്തവരോട് എതിർപ്പും വിദ്വേഷവും ഉണ്ടാകുന്നത്? അവർ തൻ്റെ ആരുമല്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഭാഗത്തോട് നമുക്ക് എതിർപ്പ് തോന്നാറില്ല, അല്ലേ? നമ്മൾ ഓരോ അവയവങ്ങളും നമുക്ക് വളരെ പ്രിയങ്കരമാണ്. നമ്മളെ കൈകാലുകൾ, നമ്മളെ മുഖം, നമ്മളെ കണ്ണ്, നമ്മളെ കൈയിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു മുറിവുണ്ടായാൽ തലച്ചോറ് അപ്പോൾ നമുക്ക് അവിടെ വേദനിക്കുന്നെന്ന് വരും. അപ്പോൾ നമ്മളെ ആളുകളുടെ ഹെൽപ്പിനായി കയറും. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അമ്മയുടെ, ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ, കാമുകനാണെങ്കിൽ കാമുകയുടെ. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലെ അവയവം നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് എന്ന് നമ്മൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്, നമ്മുടെ ബ്രെയിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈ സാർവജനീയമായ വിശാലമായ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുക, ബന്ധങ്ങളെ നോക്കിക്കാണുക, ചുറ്റുപാടുകളെ നോക്കിക്കാണുക, സകല ജീവവർഗത്തെയും നോക്കിക്കാണുക എന്നുള്ളതാണ് ക്ലാസിക്കൽ മാർക്സിയൻ തത്വദർശനത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ ബേസ്. പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ക്ലാസിക്കൽ എന്നൊക്കെ പറയണ്ടല്ലോ, എന്ത് പണ്ടാറാണോ എന്ന്. ഇത്രയേ ഉള്ളൂ. എന്താ പറയുന്നത്? എല്ലാവരും ഒന്നാണ്. ഇതേ ക്ലാസിക്കൽ തത്വദർശനത്തിൻ്റെ ഫിലോസഫി തന്നെയല്ലേ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. എന്താ അത്? അദ്വൈത ദർശനം. അദ്വൈതമെന്ന് പറഞ്ഞാൽ എന്താ? ദ്വൈതമല്ലാത്തത്. ഹായ് മൈ ഡിയർ സ്വീറ്റി, പ്രിയ, നമസ്കാരം. നമ്മൾ ഈ മറ്റേ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലെ ലൈവിലേക്ക് സഹർഷം. എനിക്ക് ഏറ്റവും പ്രിയങ്കരായ ആളുകളാണ് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, കൂടുതൽ ആളുകൾ പിന്നാലെ വരും. ഞങ്ങളിത് FBയിലേക്ക് ചെയ്യുന്നതിന് എങ്കിലും അതിയായ സന്തോഷം. അപ്പോൾ അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ? ദ്വൈതമല്ല, അത് നമ്മളെടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായ? അപരൻ എന്ന് പറയുന്ന സാധനം അതും നമ്മുടേത് തന്നെ, അത് നീയാണ്. തത്വമസി എന്ന് പറയുന്ന ക്ലാസിക്കൽ മാർക്സിയൻ തത്വദർശനം എന്ന് പറയുന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ നമ്മുടെ അദ്വൈത വേദാന്ത ചിന്ത, അദ്വൈത ഫിലോസഫി എന്ന് വേണമെങ്കിൽ പറയാം. അത് നീയാണ്. ദൈവത്തെ കാണാൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത് എന്താ? അത് നീയാണ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് നിന്നിൽ ദൈവമുണ്ട്. അയ്യപ്പസ്വാമിയെ പറയണത്, ചില്ലറക്കാരനല്ല. നീ കഷ്ടപ്പെട്ട് കിട്ടുന്നും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നിന്നിൽ ദൈവത്തെ നീ തിരിച്ചറിയുകയാണെങ്കിൽ. അവിടെ ചെല്ലണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. ഈശ്വരനെ കാണുക എന്ന് പറയുന്നത് വലിയൊരു ജന്മപുണ്യമാണ്. ഈ സ്വത്വബോധം, ഈ പറയുന്ന ദർശനം മനുഷ്യർക്ക് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നു. ആര് തട്ടിപ്പറിക്കുന്നു? മുതലാളിത്തം തട്ടിപ്പറിക്കുന്നു. എൻ്റെയാണ് സർവവും, എൻ്റെ എന്തെന്നാ പറയണ, അക്കിത്തത്തിൻ്റെ കവിതയിൽ പറയുന്നില്ലേ,
എൻ്റെ എല്ലാ ഈ കൊമ്പനാനകൾ നല്ല ഇതാണ്, ഇതെല്ലാം നമ്മുടേതാണ്. ഇപ്പോൾ ഒരു ചെക്കൻ കല്യാണം കഴിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോൾ വിസ്മയ കേസിൽ ഇപ്പോൾ നമ്മുടെ വെഹിക്കിൾ ഇൻസ്പെക്ടർ കല്യാണം കഴിച്ചു കൊടുത്തിട്ട്, വിസ്മയ അവൾ എൻ്റെയാണ്, എൻ്റെ തന്നെ ഉൽപ്പന്നമാണ്, എൻ്റെ ശരീരത്തിലെ ഒരു അവയവമാണ് എന്നുള്ള ഈ പറയുന്ന അദ്വൈത ദർശനം, ക്ലാസിക്കൽ ഇറക്കുമതി ചെയ്ത ക്ലാസിക്കൽ തത്വദർശനം ഫിലോസഫി അങ്ങോട്ട് മാറ്റി നിർത്തുക. ഇനി ആൾക്കാർക്ക് അത് ദഹിക്കില്ല വെച്ചെങ്കിൽ ഈ അദ്വൈത ദർശനം നമ്മുടെ പരമ്പരാഗതമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു വലിയ വരദാനമാണ്. വിസ്മയ ഞാൻ തന്നെയാണ്. വിസ്മയുടെ മുഖത്ത് അമരുന്ന ബൂട്ട് എൻ്റെ മുഖത്ത് തന്നെയാണ് അമരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ നൂറുകണക്കിന് വിസ്മയന്മാരുടെ കഴുത്തിൽ മുറുകുന്ന കയർ എൻ്റെ കഴുത്തിലാണ് മുറുകുന്നത്. അതാണ് ആ തരത്തിലുള്ള ദാർശനിക തലമുള്ള ബോധ നിലവാരത്തിലേക്ക് പറ്റില്ല ആളുകൾ എത്താത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ആളുകൾ എത്തുന്നത് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? മുതലാളിത്തത്തിൻ്റെ. ആളുകളിൽ എങ്ങനെയാ, എന്തിനാ അപ്പോൾ നമുക്ക് തോന്നും മുതലാളിത്തത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മുതലാളിത്തത്തിന് ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ മുതലാളിത്തത്തിന് ആധിപത്യം ഉറപ്പിക്കുക? മുതലാളിത്തം പണ്ടത്തെ പോലെ സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധത്തിലൂടെ, ഡയറക്റ്റ് ഫൈറ്റിലൂടെ അല്ല രാജ്യങ്ങളെ വറുതിയിൽ വരുത്തുന്നത്. എങ്ങനെയാ അവരുടെ സാമന്തരാജ്യമാക്കി മാറ്റുക? അവർ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി വലതുപക്ഷ സാമ്രാജ്യത്വത്തോട് സന്ധി ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധമുണ്ടാക്കും. എന്തിനാ ബന്ധമുണ്ടാക്കുന്നത്? അവരുടെ സാമന്തരാജ്യമാക്കി മാറ്റും. അതിനവർക്ക് ഒരുപാട് ഇതന്നെയല്ലേ പണ്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആൾക്കാർ ഇവിടെ വന്നത് നമ്മെ ഭരിക്കാനായിരുന്നില്ല, മറിച്ച് എന്തിനാ? കച്ചവട കണ്ണുകൊണ്ടാ. ഇവിടെയുള്ള വലിയ വിഭവങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, അവസാനം അവരിവിടെ താവളം ഉറപ്പിച്ചു, ഇതെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ ലക്ഷ്യം. കച്ചവട താല്പര്യം നടക്കണമെങ്കിൽ അവരുടെ സാധനങ്ങൾ ഇവിടോട്ട് ഇറക്കുമതി ചെയ്യപ്പെടണം. അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിക്കപ്പെടാനുള്ള കോളനി രാജ്യങ്ങൾ വീണ്ടും വേണം. അത് യുദ്ധത്തിലൂടെ ഒന്നും വേണമെന്നില്ല, ഇത് മതി. ഈ രീതിയിലുള്ള ഇടപെടലിലൂടെ നവസാമ്പത്തിക ഉദാരവൽക്കരണ കോർപ്പറേറ്റ് നയങ്ങളിലൂടെ വിവിധ രാജ്യങ്ങളെ തങ്ങളുടെ വറുതിയിലാക്കിയാൽ എന്തുണ്ടാകും? അവർ ലോകമെന്ന് പറയുന്ന കമ്പോളത്തിൻ്റെ അധിപന്മാരായി അവർക്ക് മാറാൻ കഴിയും. അങ്ങനെ മാറാൻ കഴിയണമെങ്കിൽ എന്തുണ്ടാകണം? അവരുടെ ഒരു ജനാധിപത്യ രാജ്യത്തേക്കുള്ള കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്ന, അതിനെതിരെ സമരം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ ബ്രെയിൻ വാഷ് ചെയ്യണം. അതാണ് പ്രൊപ്പഗണ്ട. സമരം ചെയ്യാൻ ആളില്ല ചെയ്യും, പിന്നെ എന്തിനാ സാമ്രാജ്യത്തിന് പിന്നെ ആരെ പേടിക്കാനുള്ളത്? ആരാ സമരം ചെയ്യാണ്ടാവുക? ആരാ ഉണ്ടാവുക? ഞാൻ ഈ നേരത്തെ പറഞ്ഞ അദ്വൈത ദർശനത്തിലുള്ളവർ. എല്ലാം എൻ്റെയാണ്, എല്ലാം നമ്മുടേതാണ്, മറ്റുള്ളവരും നന്നായി ജീവിക്കണം, ഞാനും നന്നായി ജീവിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ വന്നാൽ അവർ ഞങ്ങളുടെ മുഖ്യ ശത്രുവാണ്, പൊതുശത്രുവാണ്. അങ്ങനെ ഒരു പൊതുശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനല്ലാണ്ട് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മുതലാളിത്തം സുഖലോലുപതയുടെ സ്രോതസ്സുകൾ വിട്ടു തുടക്കുക. അവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ 500 പവൻ കൊടുക്കാനൊക്കെ തോന്നുക. ഈ 500 പവൻ കൊടുക്കുന്ന ആൾക്കൊന്ന് മനസ്സിലൊന്ന് തോന്നിയിട്ട് 100 പവൻ കൊടുത്ത് 400 പവൻ കൊണ്ട് അതിൽ 10 വീതം 400ൻ്റെ ഗുണിതങ്ങളാക്കി മാറ്റിയാൽ എത്ര പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കാൻ പറ്റും? അല്ലെങ്കിൽ എത്ര പണമുണ്ടെങ്കിലും എനിക്ക് സ്ത്രീധനമായി കാര്യമായൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊരു ചിന്താഗതി ആദ്യമായി വരന്മാരിൽ രൂഢമൂലമാവുകയില്ലേ? ഒരേക്കർ 20 സെൻറ്റ് കൊടുത്ത ആളുകൾ ഒരേക്കർ 20 സെൻറ്റിൽ നിന്ന് ഒരു 10 സെൻറ്റ് ചെക്കന് കൊടുത്തിട്ട് ഒരേക്കർ 10 സെൻറ്റും ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് 3 സെൻറ്റ് വെച്ച് വീതം കൊടുത്താൽ എത്ര 200-300 പേർക്ക് കൂര ഒരുങ്ങില്ലേ? അവിടെ വിസ്മയന്മാർ മരിക്കപ്പെടുമില്ലായിരുന്നു. നാരുണ്ടാക്കുന്നത് മുതലാളിത്തത്തിൻ്റെ ആ വാരിക്കുഴിയിൽ പോയി പെടുകയല്ലേ. എന്നിട്ട് എന്താ ഫലം?
താഴ്ത്തും വെക്കാതെ തലയിലും വെക്കാതെ വളർത്തിക്കൊണ്ടുവന്ന, ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന, ഏറ്റവും വിലപ്പെട്ട, പണത്തേക്കാൾ വിലപ്പെട്ട, സ്വർണത്തേക്കാൾ വിലപ്പെട്ട നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് പോകുകയാണ്. ആ ഹൃദയഭാഗം മാത്രമല്ല പോകുന്നത്, അതിനെ കൂട്ടുനിന്ന് അതിനെ നശിപ്പിക്കാൻ നിന്നും അവൻ്റെ ജീവിതം പോയി, അവൻ്റെ കുടുംബവും പോയി. അതിനൊന്നും ഡയറക്റ്റ് യാതൊരു ബന്ധവുമില്ലാത്ത അവരുടെ ബന്ധുക്കൾ, അവൻ്റെ കൂട്ടുകാർ, മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ മൊത്തം വേദനയും വിങ്ങലുമായി മാറുകയല്ലേ ഇതെല്ലാം. തുടങ്ങുന്നത് എവിടുന്നാ? സ്നേഹനിരാസം എവിടുന്ന് തുടരുന്നു? സോഷ്യലിസ്റ്റ് ബദൽ, സാമത്വബോധം, സ്വത്വബോധം, വർഗബോധം എന്നൊക്കെ കുറേ കേട്ടിട്ടില്ലേ?